ഹായ് എല്ലാവർക്കും AMR ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങായിമാരെ കയറിപ്പോന്നു. നമ്മള് സൺഡേ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ ദിവസത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഇന്നലെ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എത്തിയിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇലയിറ പൂഞ്ചെറുത്ത് കണ്ടിട്ട് വന്നല്ലോ. കിടിലം വൈബാണെന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുമില്ല, കണ്ടിട്ടില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ നമ്മളൊന്ന് പോയിട്ട് കണ്ടിട്ട് ഓടി വന്നല്ലോ. എങ്ങനെ ഉണ്ടാവും, പൊളിയാവൂലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളിതാ ഇലയിറ പൂഞ്ചിറ എത്തിയിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 2 ഓപ്ഷനാണല്ലോ. ഒന്ന് നമുക്ക് കാൽനട യാത്രയായി അങ്ങനെ എൻജോയ് ചെയ്ത് കൂട്ടമായിട്ട് പോകും, അല്ലെങ്കിൽ ഇതാ ഇവിടെ നിർത്തിയിട്ട് ജീപ്പുകൾ കണ്ടോ. ഇവിടുന്ന് ജീപ്പ്, ഒരു ജീപ്പിന് 500 രൂപയാണ് കേട്ടോ. 7 പേർക്ക് വരെ പോകാം കേട്ടോ ആ ജീപ്പിൽ. അപ്പോൾ ജീപ്പിൽ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു 100-300 മീറ്റർ നടന്നാൽ നമുക്ക് വ്യൂ പോയിൻ്റ് എത്തട്ടോ. അത്യാവശ്യം നല്ല വൈബോട് കൂടി ഈ റോഡാട്ടോ കൂടെ. അപ്പോൾ ഞാൻ വിളിച്ച ജീപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കിയേ, കിടിലം അലവിലൊക്കെ ഇട്ട് നല്ല മൊഞ്ച് കുട്ടപ്പനായി നിൽക്കുന്നൊരു ജീപ്പാണ് കേട്ടോ. പഴയ താറാട്ടോ, 2 സൈഡ് ഓപ്പണും ഫ്രണ്ട് ഗ്ലാസ് പൊക്കി വെച്ചിട്ട് നമുക്ക് നേരെ നീ യാത്ര തുടങ്ങിയാലോ. നമുക്ക് ജീപ്പ് കയറി അങ്ങോട്ട് യാത്ര നോക്കി ആ വ്യൂ പോയിന്റിലൊക്കെ നമ്മൾ പോകണത്. അപ്പോൾ കട്ട ഓഫ് റോഡ് കേട്ടോ. നമുക്ക് നേരെ നമുക്ക് ഇനി ജീപ്പ് കയറി യാത്ര അങ്ങോട്ട് തുടങ്ങി. കുറേ പേര് നടന്ന് അങ്ങനെ നടന്ന് പോകട്ടോ. നമുക്ക് ഏറ്റവും അറ്റത്ത് കാണാവുന്നതാണ് ആ എൻഡിലെ ടവറിൻ്റെ അവിടെ എത്തണം കേട്ടോ. കിടിലം ഒരു വൈബ് തന്നെയാണ് കേട്ടോ. വേറൊരു രസവും ഫീലിംഗ് കേട്ടോ ആ ജീപ്പ് യാത്ര കേട്ടോ. കൊണ്ടാവട്ടോ കുലുങ്ങി പറിച്ച് ഞങ്ങളിതാ പോയി കണ്ടിരിക്കുകയാണ്. സർവീസ് ഇതാ ഇവിടം വരെ ഇതാ കിടക്കുന്നത്. അപ്പോൾ ഇനി നേരെ തീരണം നമുക്ക് ഇതിലെ മേലോട്ട് ഓഫർ എടുക്കും. അല്ലെങ്കിൽ തെറിച്ചോണ്ട് മൊബൈൽ താഴെ വേണോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇതാ നോക്കിയേ, നേരെ എന്ത് ചെയ്യണം, അങ്ങോട്ട് നടന്ന് കയറി യാത്ര തുടങ്ങണം. അത് മേലെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് എന്തൊക്കെ കാഴ്ചകളാണെന്ന് കാണാം. ദൂരെ ഉണ്ടോ ജീപ്പ്, അവിടെ വരെ ഉള്ളൂ. നോക്കി നമ്മളിതൊക്കെ മലയും കൊന്നും കയറി ഇറങ്ങി നടക്കുന്നു ഗായ്സ്. അങ്ങനെ ഇതാ നമ്മൾ ആ വ്യൂ പോയിന്റ് എത്തി. എന്തൊരു ഭംഗിയാട്ടോ. അത് നോക്കിയ റോഡ് കിടില റോഡാട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബ് റോഡ് തന്നെ കേട്ടോ. ഒരു ഫീലിംഗ് കേട്ടോ. അതിൽ ആ മലമുകളിൻ്റെ ഇടയിലൂടെ ആ റോഡ് കൂടി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, അത് വേറൊരു വൈബ് തന്നെയാണ്. നോക്കിയൊരു കാറ് നോക്കി എന്താല്ലേ അത്ര ലോങ്, എന്ത് രസമാണെന്ന് നോക്കി. അതൊരു എല്ലാവരും കേട്ടോ. അവിടെ ഇലയിറ പൂഞ്ചിറ ആരെങ്കിലും വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് വന്ന വൈബ് ആസ്വദിക്കണം കേട്ടോ. ആ കാറ്റും ആ ബഹളവും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആ കാലാവസ്ഥയിൽ അവിടെ നമ്മളിങ്ങനെ ഏറ്റവും വ്യൂവിൽ നിൽക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ അപകടവും. അടിപൊളി ഗൈസ്, നെഞ്ചിടിപ്പാണ് വണ്ണം കാരണം ഒരു രക്ഷയില്ല. അത്യാവശ്യം കയറി ഇറങ്ങിട്ടോ. റിവ്യൂലൊക്കെ ഇനി നേരെ നോക്കിയ അതിൽ ഇനി ആ മൂല കയറാണ്ട് നേരെ അങ്ങോട്ട് കയറിയാലോ. ആ 2 മലകൾക്കിടയിലുള്ള ഒരു ഗ്രാമപ്രദേശമായിട്ടാണ് നമ്മൾ തൊടുപുഴയിരിക്കുന്നത് കേട്ടോ. അതൊരു വല്ലാത്തൊരു ഫീലിംഗ്. അതുപോലെ ഡാമിലേക്ക് വരുന്ന മുല്ലപ്പെരിയാറിന്ന് ഡാമിലെ ഇടുക്കി ഡാമെന്നൊക്കെ വരുന്ന ആ ഒരു നദീൻ്റെ ഇടയിലൂടെ കുറേ പേര് തിങ്ങി താമസിക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ അപ്പുറത്തെ മലമുകളിൽ നിന്നൊക്കെ വരുന്നൊരു തണുത്ത കാറ്റ്. എത്ര ചൂടുണ്ടെങ്കിലും ആ ചൂട് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫീലിംഗ് അല്ല, അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ പോലീസ് ചെക്ക് പോസ്റ്റ് കേട്ടോ. അതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് കൺട്രോൾ റൂമാണ് കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ സൗബിൻ്റെ ഒരു ഫിലിം ഇലയിറ പൂഞ്ചിറ ഫിലിം ഷൂട്ട് ചെയ്ത് ബാക്കി കാഴ്ചകളിലേക്കാട്ടോ നമ്മൾ മേലോട്ട് പോകണം. ആദ്യത്തെ ചെക്ക് പോസ്റ്റായിരുന്നു ആ മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കയറ്റൊക്കെ ക്ലിയർ ചെയ്തതെല്ലാം ഇവിടെ തന്നെ. കാരണം മറ്റേ അവൻ്റെ ഭാര്യനെ കൊണ്ടുവന്നിട്ട് കൈയും കാലൊക്കെ കുഴിച്ചിട്ടതും അതുപോലെ കൈയും കാലൊക്കെ പൊയിങ്ങി തിന്നാൻ കൊടുത്ത സ്ഥലമൊക്കെയാണ് കേട്ടോ. അത് വേറൊരു വൈബും ഫീൽ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഉണ്ടല്ലോ,
നോക്കിയാൽ ഇവർ ഇവിടെ ഇരുന്ന സ്ഥലവും അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ വയർലെസ് ഓഫാക്കുന്നതും കുറച്ച് ആ ഫിലിം കണ്ടവർക്ക് അറിയാമായിരിക്കും. ആ സീനൊക്കെ നടന്നത്, ഇടി കൂടിയതും തല്ല് കുടിച്ചതും ഇവർ വെള്ളമടിക്കുന്ന സീനൊക്കെ ഉണ്ടായതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. ഇവിടെ അതിന് കമ്പ്യൂട്ടർ കാര്യങ്ങൾ വയർലെസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഈ ഏരിയയിൽ കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാട്ടുതീ, ലൈവ് കാട്ടുതീ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പടർന്നങ്ങോട്ട് പിടിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും ഡേഞ്ചറാണ്. എവിടെയെങ്കിലും പാറപ്പുറത്തൊക്കെ ഇരിക്കുന്ന ചുറ്റുവട്ടത്ത് പച്ച പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയവും എന്ത് ചെയ്യാൻ പറ്റും, കാട്ടുതീ പടരുന്നൊരു സംഭവം കേട്ടോ. നോക്കിയേ, അവിടെ അങ്ങോട്ടുള്ള ലാസ്റ്റ് വ്യൂവിൽ കിടന്ന് കത്തും ജ്വലിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇത്രയും ചൂടുകൊണ്ട് അത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ അവിടെ പോയി കണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ. കാട്ടുതീയൊക്കെ നമ്മൾ കേട്ടിട്ടല്ലോ, വിത്തിൻ സെക്കൻഡുകളാണ് പടർന്ന് ജ്വലിക്കുന്ന ആ ചൂടോട് കൂടിയിട്ടുള്ള കാട്ടുതീ. അത് വേറൊരു ഫീലിംഗ് കൂടി തന്നെ കേട്ടോ. അതൊക്കെ ഒന്ന് അനുഭവിക്കണമെങ്കിൽ എല്ലാവരും മക്കളെ വിട്ടോളി ഈ ഇലയിറ പൂഞ്ചിറയിലേക്ക് കേട്ടോ. വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കാട്ടുതീയൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 ഡേ ട്രിപ്പ് എറണാകുളത്തൊക്കെ താമസിക്കുന്നവർക്ക് ഒരു 1 ഡേ ട്രിപ്പ് അടിച്ച് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സംഭവം. ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്ന അത്യാവശ്യം നല്ല ഡേഞ്ചറുള്ളൊരു ഏരിയയാണ്. നമ്മൾ സൂക്ഷിച്ച് പോയി എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു നല്ലൊരു വൈബ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇലയിറ പൂഞ്ചിറ. അങ്ങനെ നമ്മൾ പോയ വണ്ടിയുടെ എന്താ ഭംഗിയില്ല, ഓഫ് റോഡ് ഇങ്ങനെ കുലുങ്ങി തെറിച്ച് ഇങ്ങനെ വണ്ടി ആ പാറപ്പുറത്ത് കൂടി കല്ലുമ്മലൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാൻ എന്ത് രസമല്ലേ നമ്മളെ പഴയ താറ്. എന്നാ ലുക്കാന്നല്ലേ, വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ താറിലെ ഓഫ് റോഡ് ലൈഫ് എന്ന് പറയുന്നത്. വണ്ടി പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇതേമാതിരിക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ കേട്ടോ എല്ലാവരും ഈ റൂട്ടിൽ വന്നിട്ടോ. എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചങ്ങ് പിടിച്ചിക്കോ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.